ഇപ്പൊ ഇവൻ അടുത്തേക്കൊന്ന് എന്നെ അറിയത്തില്ല മോളെന്ന് പറഞ്ഞ് അവളെ പേടിപ്പിക്കുമ്പം അവളാണ് അറിയാതെ അവന്റെ മൂക്കിനകത്ത് അങ്ങ് പഞ്ച് ചെയ്യും. അതോടെ അവന്റെ മൂക്കിന് ചോര വരുമ്പം അവൻ ഇവളെ വിടത്തില്ലെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ അവളുടെ പുറകെ ഓടിച്ചില്ലും. അങ്ങനെ ബാക്കിയുള്ളവരായിരിക്കും അവനെ പിടിച്ചു നിർത്തുന്നത്. അതിന്റെ അടുത്ത സെക്കൻഡ് തന്നെ ഇവൾ അവിടെ നിന്ന് രക്ഷോട്ട് ഓടി വന്നിട്ട് ദൈവമേ അപ്പൊ ഈ തണ്ടിക്ക് എന്നെ മനസ്സിലായോ, അതിനർത്ഥം ഞാനിപ്പോ ഇറങ്ങി വന്നെങ്കിൽ അവൻ എല്ലാരോടും ഞാൻ നാണം കെട്ട് വിഷയമൊക്കെ പറയോ എന്നിന് അവൾ അതൊക്കെ ആലോചിച്ച് നോക്കി പേടിച്ചിട്ട് ഇനി എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നതിനെന്ന് പറഞ്ഞ് ഇവള് വീട്ടിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം അന്ന് രാത്രിയാണ് ഇവള് റൂമിൽ ഇരുന്നോണ്ട് എന്നാലും ആ ഡ്രോയിങ് ക്ലബ്ബ് അടിപൊളിയാന്ന് പറഞ്ഞ് ഇവള് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും. കാരണം എല്ലാരും ഫ്രണ്ടിൽ നിന്ന് പോസ് ചെയ്യുമ്പോൾ അവർക്ക് മെയിൻ ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇതുവരെ ഇവൾ അങ്ങനെ ആരും ട്രീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കണ്ട് ഇവളിവിടെ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. ഇവർ ചാറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിലേക്ക് ഇപ്പൊ ഗീജനും കൂടെ ആഡ് ആയെന്ന്. അതുകൊണ്ട് ഇവളാണ് പേടിച്ചിട്ട് നമുക്ക് മോഡലിനൊക്കെ ആവശ്യമുണ്ടോന്ന് പറഞ്ഞ് അവൾ എന്തേന്നറിയാതെ ഇവൾ ടെൻഷനായിരിക്കുമ്പം ഇവളുടെ നമ്പർ കണ്ടുപിടിച്ച് അവനാണ് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ അടിച്ചിട്ട് പോടിയെന്ന് പറഞ്ഞ് ഇവൾക്ക് കുറെ മെസ്സേജ് ഇങ്ങനെ കണക്കില്ലാതെ അയച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതൊക്കെ വായിച്ചു നോക്കിയിട്ട് അവളാണ് ഇതെന്തോ മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലേ, ഈ പോട്ടൻ എഴുതാൻ അറിയത്തില്ല എന്ന് അവൾ വിചാരിച്ചോണ്ടിരിക്കുമ്പം ഇവനാണ് ഇത്രയും മെസ്സേജ് അയച്ചിട്ട് ഇവൾ എന്തോ റിപ്ലൈ അയക്കാതെന്ന് പറഞ്ഞ് ഇനിയിപ്പോ അവന്റെ ഫോൺ അടിച്ചോയെന്ന് പറഞ്ഞ് അവന്റെ കൂട്ടാന്റെ ഫോൺ വാങ്ങിച്ച് ഇവന്റെ ഫോണിലേക്ക് മെസ്സേജ് ഇട്ട് വെക്കും. അപ്പോഴാണ് ആ മെസ്സേജ് ഇവന് വരുന്നത്. അതുകൊണ്ട് ഇവന്റെ മെസ്സേജ് വരുന്നെങ്കിൽ എങ്കിൽ പിന്നെ അവളുടെ മെസ്സേജ് വരണമല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവൾക്ക് പൈസ ഇല്ലാത്തോണ്ടായിരിക്കും അവൾ റിപ്ലൈ ഇടാത്തെന്ന് പറഞ്ഞ് ഇവൻ തന്നെത്താനെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവന്റെ കൂട്ടാനാണ് എടാ മരമണ്ട, അവൾ നിന്റെ മെസ്സേജ് കണ്ട് റിപ്ലൈ ചെയ്യാത്തയാടാ, നിന്നെ ആക്കി വിട്ടവള് എന്നിന് ഇവളും പറയുമ്പം ഇവനാണ് പേടിച്ചിട്ട് എന്നെ ആദ്യമായിട്ട് ഒരാൾ ആക്കി വിട്ടുന്ന എന്നിന് അവൻ ഫോൺ എടുത്ത് അവളെ കോൾ ചെയ്യുമ്പോഴാണ് ഇവനെ മൊത്തത്തിൽ അങ്ങ് ബ്ലോക്ക് ചെയ്ത്. അതോടെ അവനും മൊത്തത്തിൽ ഭ്രാന്തളക്കിയിരിക്കുമ്പം ഇവന്റെ കൂട്ടാനും ഇവന്റെ ഈ ഒരു അവസ്ഥ ഫോട്ടോ എടുത്ത് വയ്ക്കണം എന്ന് പറഞ്ഞ് അവനിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അതേസമയം അവളാണ് അവനോട് സോറി പറഞ്ഞിട്ട് അവളുമാരൊക്കെ നാണം കെടുത്തിയ കാര്യമൊക്കെ ബാക്കിയുള്ളവരോട് പറയാതിരിക്കാൻ വേണ്ടി കെഞ്ചട്ടെ എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളെ തന്നെത്താനെ അവളെ സ്വപ്നം കണ്ട് മറ്റവൻ അന്ന് ടോയ്ലറ്റ് പോകാൻ പോലും പേപ്പറില്ലാതെ നിന്നോടൊന്ന് ചോദിച്ചോണ്ട് ആ നാണക്കേടിനെക്കാളും ഇത് വലിയ നാണക്കേടാണെന്ന് പറഞ്ഞ് ഇവളെ കൂളായിട്ട് ഇരിക്കാൻ പറയും. അതേസമയം രാത്രി ഫുള്ളും ഇവനാണ് അവൾക്ക് കുറെ മെസ്സേജ് അയച്ചിട്ട് എന്റെ ദൈവമേ ഇവളെന്നെ മൈൻഡ് ചെയ്യുന്നില്ല, നീ എത്ര കാലം എന്ന് പറഞ്ഞ് പോകുന്നു ഞാൻ നോക്കട്ടെ എന്നിട്ട് അവൻ ആ മെസ്സേജ് അയക്കുന്നത് നിർത്തത്തില്ല. അതിനുശേഷം അടുത്ത ദിവസം ഊയും സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ ഫ്രണ്ട്സിനോട് അവൻ അയച്ച മെസ്സേജ് ഒക്കെ ഇങ്ങനെ കാണിക്കും. അപ്പോഴാണ് അവൻ എന്തോ മെസ്സേജ് അയച്ചേക്കുന്നതെന്ന് ഇവളെ നോക്കാൻ പറയുമ്പം അവളും പേടിച്ചിട്ട് അത് കണ്ടാൽ പിന്നെ വിടത്തില്ലെന്ന് പറയും. കൂടാതെ എഴുതി വെച്ചേക്കുന്ന മൊത്തം പൊട്ടത്തരാന്ന് പറയുമ്പം ഇവളുടെ കൂട്ടുകാരാണ് അതൊക്കെ നോക്കിയിട്ട് അതൊന്നും കുഴപ്പമില്ലടി, കാരണം ഇവന്റെ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ട് ഇവൻ പഠിക്കുന്ന സ്കൂളിൽ എല്ലാം തോൽവികളാ എന്നിട്ട് അവൾ പറയുമ്പം ഹൂയനാണ് അന്ന് അവൻ സപ്പോർട്ടീവായിട്ട് സംസാരിച്ച കാലിച്ച് എന്തായാലും അവൻ അത്രയ്ക്ക് മോശമല്ലെന്ന് ഇവൾ പറയും. കൂടാതെ ഹൂയനാണ് അന്ന് ആ ബാത്റൂമിൽ വെച്ച് നടന്ന സംഭവങ്ങളൊന്നും ഇവരോട് പറഞ്ഞിട്ടില്ല, കാരണം ഇവളൊരു പേടിത്തൊണ്ടയാന്ന് അവര് മനസ്സിലാക്കിയ പിന്നെ ഇവൾ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്ന അവള് പേടിക്കുന്നത്. ഇതേ സമയം ഇവിടെ അവന് കട്ട ദേഷ്യത്തിരിക്കും, ഇതുവരെ അവൻ അയച്ച മെസ്സേജ് ആരും കാണാതിരുന്നിട്ടില്ലെന്ന്. അങ്ങനെ ആദ്യമായിട്ട് ഇവൾ ചെയ്തോണ്ട് എനിക്ക് ദേഷ്യം വരുമെന്ന് പറഞ്ഞ് അവൻ തന്നെ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും. ഇതേ സമയം ഇവിടെ സുൻഹയെ കാണിക്കുകയാണ്. അവനും ഗീജോന്റെ ചേച്ചിയും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാ. ഇവളുടെ പേര് ഗീറിൻ. അങ്ങനെ ഗീറിൻ അവനെ ഫ്രണ്ടായിട്ട് കാണുവാണെങ്കിലും അവനാണ് ഇവൾ ആദ്യം കണ്ടപ്പോ തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ സ്നേഹമൊക്കെ അവന്റെ മനസ്സിൽ തന്നെ വെച്ചേക്കുക. അങ്ങനെ ഇവൾ അവളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്തിരുന്ന് കുറെ ഡ്രിങ്ക് ചെയ്തപ്പോഴാണ് അവനാണ് അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോയി കാണും. അപ്പോഴാണ് അവളുടെ ഒരു കൂട്ടുകാരനും ഗീറിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് സുൻഹോ നോക്കി ഇവൻ സത്യത്തിൽ ഗീറിനെ ഒരു ഗേളായിട്ടാണ് നോക്കുന്നത് ചോദിക്കും. ആ ചോദ്യം കേട്ട് അവനാണ് ഷോക്കായിട്ട് പിന്നെ അവള് ഗേളല്ലേ, ഞാൻ മാത്രം എന്താ അവൾ ആണായിട്ട് നോക്കണം എന്നിട്ട് ഇവൻ തമാശക്ക് പറയുമ്പോൾ മറ്റവനാണ് സീരിയസ് ആയിട്ട് ചോദിച്ചാൽ നിനക്ക് അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇവർ സംസാരിക്കുമ്പോൾ തന്നെ മറ്റവളാണ് അവിടേക്ക് വരും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കി അവനും ഇവന്റെ ഇഷ്ടമൊക്കെ ഇപ്പോഴും ഇവളോട് പറയാതിരിക്കുക. അതിനുശേഷം അടുത്ത ഞായറാഴ്ച വീണ്ടും ഊയിൻ ഡ്രോയിങ് ക്ലബിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവൾ അവിടെ വെച്ച് സുൻഹയെ കണ്ടുമുട്ടും. അപ്പോഴാണ് അവനും 1 മണിക്കൂർ താമസിച്ച് വന്നാൽ മതിയെന്ന് ഞങ്ങൾ അയച്ച മെസ്സേജ് നീ കണ്ടില്ലെന്ന് ഇവളോട് ചോദിക്കുമ്പോൾ അവളാണ് ആ മെസ്സേജ് കണ്ടില്ലെന്ന് പറയും. അതുകൊണ്ട് അവന് ടൈം പാസിന് ഇവളെയും വിളിച്ചോണ്ട് പുറത്ത് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് അവളും ഇവൾക്ക് മാത്രം നല്ലോണം വരയ്ക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അവന് ആദ്യമൊക്കെ ഇങ്ങനെ പിന്നീട് നിനക്ക് 3 മിനിറ്റിനുള്ളിൽ അത്യാവശ്യം വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവൾ യൂസ് ചെയ്യുന്ന സ്കെച്ച് ബുക്കാണ് അവൻ വേറൊരു ബുക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവളോട് ആ കാര്യം പറയുമ്പം അവളാണ് ആ ബുക്കൊക്കെ എവിടെ പോയി വാങ്ങിക്കണം എന്ന് പറഞ്ഞ് അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇത് കേട്ട് അവനാണ് എങ്കിൽ പിന്നെ നമുക്കൊരു ദിവസം ഷോപ്പിംഗ് പോകാന്ന് പറഞ്ഞ് അവളെ കൂടെ വിളിക്കും. അങ്ങനെ അതിനുവേണ്ടി അടുത്ത ബുധനാഴ്ച വൈകിട്ട് വരെ കാണാമെന്ന് തീരുമാനിക്കുമ്പം അവൾക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. ഇതേ സമയം ഗീജന് ഭയങ്കര ദേഷ്യത്തിരിക്കുക, അവൾ ഇതുവരെ റിപ്ലൈ ഇടാത്തോണ്ട്. അപ്പോഴാണ് അവന്റെ ചേച്ചി വിളിച്ചിട്ട് മീറ്റിംഗ് ഒക്കെ 1 മണിക്കൂർ മാറ്റി വെച്ചാ മണ്ടാന്ന് പറഞ്ഞ് ഇപ്പൊ ഇവൻ എവിടാൻ ചോദിക്കുമ്പോൾ അവനും ദേഷ്യത്തി ഞാൻ ഇവിടെ വന്നിട്ടാണ് നീ എന്നെ വിളിച്ചു പറയുന്നത്, ചുമ്മാ അതല്ലാടി ഞാൻ നിന്നെ പന്നിന്ന് വിളിക്കുന്നത്, ഇത്ര വലിയ പ്രധാനപ്പെട്ട കാര്യം നീ നേരത്തെ വിളിച്ച് പറയണം എന്നിന് അവന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ അടുത്തുള്ള കടയിൽ ഹൂയിൻ മറ്റവനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന കാണുന്നത്. അതോടെ അവൻ അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്ത് അവിടുത്തെ ഗ്ലാസിന്റെ അടുത്തിരുന്ന് എന്റെ മെസ്സേജ് ആണെന്ന് നീ ഇന്ന് വെട്ടി വിഴുങ്ങുവാണോടി എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ചീത്ത വിളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളാണ് പേടിച്ചു വന്നത്. അതിനുശേഷം അവൻ അകത്തേക്ക് കയറി വരുമ്പോഴാണ് ഇവൾ
നിനക്കൊന്നും പറയില്ലെന്ന് ചോദിക്കും. അപ്പഴാണ് അവള് പേടിച്ചിട്ട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ സുൻഹോടെ ഫ്രണ്ട് ഇവൻ പറയാൻ പോവാണ്. അങ്ങനെയാണ് എന്റെ ക്രഷ് എന്നെ കുറിച്ച് എന്തോ വിചാരിക്കും എന്നിന് അവള് പെട്ടെന്ന് പേടിച്ചിട്ട് ഇവനെ മിണ്ടായിരിക്കാൻ പറയുമ്പം അവനാണ് ഇത് കേട്ടൊന്നും മനസ്സിലാവാതെ മിണ്ടായിരിക്കാനാ. സുൻഹോ നിനക്കൊരു കാര്യം അറിയോ, അവസാനം ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോ ഇവളെന്റെ മൂക്കടിച്ച് പഞ്ചറാക്കി. അതിനുശേഷം ഞാൻ അയച്ച മെസ്സേജിന് പോലും അവള് റിപ്ലൈ ഇട്ടില്ല എന്നിന് ഇവൻ ആ കാര്യം പറയുമ്പം ഇവളാണ് ആ കാര്യമാണെന്ന് പറഞ്ഞ് ഇവള് സമാനാവും. അപ്പോഴാണ് അവനും ആ കാര്യം എന്നാ മെസ്സേജ് അയക്കാതെ നീ സിമ്പിൾ ആയിട്ട് ഇപ്പം ആ കാര്യം എന്നോട് പറയുന്ന എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ആടി എനിക്ക് റിപ്ലൈ തരാത്ത എന്നിന് അവനും പറഞ്ഞ അടുത്ത സെക്കൻഡ് പുറത്തേക്ക് ചെന്നിട്ട് ഇവള് സോറി അയക്കും. ഇതോടെ അവനും ദേഷ്യത്തി വെറും സോറി പറഞ്ഞ് നീ പ്രശ്നം സോൾവ് ആക്കാൻ നോക്കണ്ട എന്നിന് അവൻ പറയുമ്പോ അവളും അല്ല നിന്റെ മെസ്സേജ് ഫുള്ളും മിസ്റ്റേക്ക് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് അത് വായിക്കാൻ പറ്റിയില്ല എന്നിന് അവളും പറഞ്ഞെടുക്കുമ്പം ഇവനാണ് ചമ്മി പോയിട്ട് ഞാൻ അയച്ച ഫുള്ള് മിസ്റ്റേക്ക് ആണോ, അപ്പോ ഇങ്ങനല്ലേ സംഭവം എഴുതണ്ട എന്നിന് അവൻ ആദ്യമായിട്ട് ഇവൻ എഴുതിയൊക്കെ പൊട്ടത്തരാന്ന് മനസ്സിലാക്കി ഡ്രോയിങ് ക്ലബ്ബിൽ വെച്ച് ഇവൻ കുറെ എഴുതി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇന്റർനെറ്റിനകത്ത് എഴുതാറിയാത്തവന്മാരെ പെണ്ണുങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞേക്കും. അത് കണ്ട് അവനും ദേഷ്യത്തി അവളിങ്ങനെ തുറച്ചു നോക്കി പേടിപ്പിക്കും. എന്നിട്ട് അവന്റെ ചേച്ചിയും അടുത്തായിട്ട് ഇവനെ നിൽക്കാൻ പറയുമ്പോഴാണ് ഗീജനാണ് ദേഷ്യത്തി ഇല്ല എനിക്ക് ബോറടിച്ച് ഇനി ഞാൻ മോഡലായിട്ട് ഇവിടെ വരത്തില്ല, ഞാൻ നിങ്ങളുടെ ക്ലബ്ബിൽ ചേരാൻ പോവാ, ഇനി ഞാനാണ് റെഡ് ഫിംഗർ എന്നിന് അവനും പറഞ്ഞ ഉടനെ ഇവന്റെ ചേച്ചിയും കട്ട ദേഷ്യത്തി നാണില്ലാത്തവനെ നിനക്ക് പടം വരയ്ക്കാൻ പോലും ഇഷ്ടമല്ല, നീ ചുമ്മാ തമാശ കാണിക്കുന്ന ഗൈസ് ഇങ്ങനത്തെ ഒരു മനമണ്ടനെ നമ്മുടെ ക്ലബ്ബിൽ വേണോ എന്നിന് ഇവൾ ഓട്ടോ വയ്ക്കുമ്പോഴാണ് ബാക്കി എല്ലാരും അവനെ വേണമെന്ന് പറഞ്ഞ് കൈവെക്കും. അപ്പോഴാണ് ഹൂയിൻ മാത്രം കൈവെക്കാതിരിക്കുന്നുണ്ട്. ഇവളടുത്തേ ചെന്ന് നിനക്ക് എന്നെ പോലെ ഇവനെ ടീമിൽ ചേർക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അതേസമയം അവളാണ് മൊത്തത്തിൽ പെട്ടുപോകും. കാരണം കൂടുതലോട്ട് അവനായതുകൊണ്ട് അവൻ ഇനി തൊട്ട് ഇവരുടെ ക്ലബ്ബിലെ മെമ്പറാ. അതുകൊണ്ട് പടയൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് അവനും ഞാൻ എന്തുകൊണ്ടാ ക്ലബ്ബിൽ ചേർന്നെന്ന് നിനക്കറിയാൻ ചോദിക്കുമ്പം അവളും ക്ലബ്ബിൽ എന്തിനു ജോയിൻ ആയെന്ന് പറഞ്ഞ് ഇവന് പടം വരയ്ക്കാനൊന്നും ഇഷ്ടമല്ലല്ലോ എന്ന് പറയും. അപ്പോഴാണ് അവനും യെസ് എനിക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമല്ല, പക്ഷെ ഞാൻ ക്ലബ്ബിൽ ചേർന്നത് നീ പറഞ്ഞില്ലേ ഞാൻ എഴുതുന്ന ഫുള്ളും പൊട്ടത്തരാന്ന്, അതുകൊണ്ട് ഇനി തൊട്ട് നീ എന്നെ പഠിപ്പിക്കണം, എന്റെ അക്ഷരമൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് ഇനി തൊട്ട് എഴുതാൻ വേണ്ടിയാ ഈ ക്ലബ്ബിൽ ഇപ്പൊ ചേർന്ന്, ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും വലിയ ബുദ്ധിശാലി നീയാ എന്നിന് അവൻ ഇവളുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അവന്റെ ചേച്ചിയും വന്നിട്ട് നീ ഊയിനെ ശല്യപ്പെടുത്തോണെന്ന് പറഞ്ഞ് അവന്റെ ചെവി പിച്ചെടുത്തോണ്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനേശം വീട്ടിൽ വന്നിട്ട് ഇവനാണ് അവളെ ഓർത്ത് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. എടാ നിങ്ങളൊക്കെ അവളുടെ ഫേസ് കണ്ടായിരുന്നു, ഞാൻ ക്ലബ്ബിൽ ചേരാൻ പോവെന്ന് പറഞ്ഞപ്പോ അവള് മൊത്തത്തിൽ പെട്ടുപോയി എന്നിന് ഇവൻ ഇവിടെ സന്തോഷത്തിരിക്കുമ്പോ അവന്റെ കൂട്ടുകാരന്മാരാണ് ഇത്രയും വയസ്സായിട്ട് ഇവന്റെ ചൈൽഡിഷ് പരിപാടി ഇതുവരെ തീർന്നില്ലെന്ന് അവന്മാരൊക്കെ കണ്ട് സഹിച്ചോണ്ടിരിക്കും. അതേസമയം ഊയിനാണ് അവന്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ച് ഫ്രണ്ടായ അന്ന് നടന്ന കാര്യങ്ങളൊന്നും പറയത്തില്ലെന്ന് വിചാരിച്ച് ഇവളും പാസ്റ്റൊക്കെ മറന്നിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് സംസാരിക്കാന്ന് ഇവന് മെസ്സേജ് ഇടും. അതോടെ അവനാണ് സന്തോഷത്തി ഇവന്മാരോട് ചെന്ന് കാണിക്കും ഗൈസ് കണ്ടില്ലേ അവളാ എനിക്ക് ആദ്യം മെസ്സേജ് അയച്ച, ഇതെന്റെ ആദ്യത്തെ സക്സസാ, കാരണം അവൾ എന്റെ മെസ്സേജ് മൈൻഡ് ചെയ്യാതിരുന്നില്ല, ഇപ്പൊ അവള് തന്നെ എനിക്ക് ആദ്യം മെസ്സേജ് തുടങ്ങി എന്നിന് ഇവന് ഷോയൊക്കെ കാണിച്ചോണ്ട് എങ്കിൽ പിന്നെ നാളെ നമുക്ക് കണ്ടുമുട്ടാന്ന് അവൾക്ക് മെസ്സേജ് ഇടും. അങ്ങനെ അതിന് അവള് ഇഷ്ടമില്ലാതെ സമ്മതിക്കുമ്പോഴാണ് അടുത്ത സെക്കൻഡ് സുൻഹയാണ് ഇവൾക്ക് മെസ്സേജ് അയച്ച് ബുധനാഴ്ച ഇവളോട് ബുക്ക് വാങ്ങിക്കാൻ വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് നാളെ നമുക്ക് പോകാന്ന് പറഞ്ഞ് ഇവള് ഫ്രീ ആണെന്ന് ചോദിക്കും. ഈ മെസ്സേജ് ഉണ്ട് അടുത്ത സെക്കൻഡ് അവളും മറ്റവന്റെ കൂടെ പോണോ ഇവന്റെ കൂടെ പോണോ എന്ന് ആലോചിച്ചിട്ട് അവസാനം സുൻഹയുടെ കൂടെ തന്നെ പോകാന്ന് പറഞ്ഞ് തീരുമാനിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവള് സ്കൂൾ കഴിഞ്ഞിട്ട് സുൻഹയുടെ കൂടെ പുറത്തേക്ക് വന്നുകൊണ്ട് ഗീജോനെ മെസ്സേജ് അയച്ച് ഇവളുടെ അമ്മയ്ക്ക് പനിയാ അവൾക്ക് പനിയാന്നൊക്കെ കുറെ റീസൺ പറയാൻ ആലോചിച്ചോണ്ടിരിക്കും. അതേസമയം അവനാണ് ക്ലാസ് കഴിഞ്ഞ് ഡാൻസ് ഒക്കെ കളിച്ചോണ്ട് അവളെ ഞാൻ കാണാൻ പോവാന്ന് പറഞ്ഞ് കുറച്ച് ഷോയൊക്കെ കാണിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇവന്മാർക്ക് ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് അവന്റെ ഫ്രണ്ട്സും ഇവന്റെ ഒരു ഫ്രണ്ട് വരാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൾ എന്തും ചോദിക്കും. അപ്പോഴാണ് ഗീജനും വരുന്ന വഴിക്ക് അവൾ മെസ്സേജ് പറഞ്ഞാന്ന് പറയും, അതായത് കപ്പലണ്ടി കഴിക്കുമ്പോൾ അവളുടെ തൊണ്ടയെ കുടുങ്ങി അവൾ ആശുപത്രി സീരിയസ് ആയിട്ട് കിടക്കുവാന്ന്. അങ്ങനെ ഈ റീസൺ ഇവന്മാരോട് പറയുമ്പോൾ അവന്മാരാണ് ഇതൊക്കെ നീ വിശ്വസിക്കുന്നുണ്ട് അളിയെന്ന് പറഞ്ഞ് അവന്മാർക്കൊരു വിശ്വാസം ഇല്ല. എന്നിട്ട് അവന്മാരാണ് ഇവ മോഡലിംഗ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്തിനാ അവൾ ഇന്ന് വിളിച്ചു വരുത്താൻ നോക്കിയെന്ന് ചോദിക്കുമ്പോൾ അവനാണ് ഇവൻ എത്രയും വലിയ ഫേമസ് ആണ് അവളുടെ കണ്ണും കൊണ്ട് കാണാൻ വേണ്ടിയാ അവൾ ഇന്ന് കാണാൻ വേണ്ടി വിളിച്ചെന്ന് പറയും. അതിനുശേഷം ഗീജോനും പുറത്ത് കടയിലേക്ക് ചെന്ന് ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ട് വരുമ്പോഴാണ് അവൻ അവിടെ വെച്ച് ഊയുവിനാണ് സുൻഹയുടെ കൂടെ ചുറ്റി കറങ്ങുന്ന കാണും. അതോടെ അവനാണ് ദേഷ്യത്തി എടി കപ്പലണ്ടി ഞാൻ ദാ വരുന്നു എന്നിന് അവന് ദേഷ്യത്തിരിക്കുമ്പം ഇവിടെ സുൻഹയാണ് ഇവൾക്ക് ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ ക്ലബ്ബിൽ വെച്ച് കാണാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചെല്ലും. അതോടെ അടുത്ത സെക്കൻഡ് ഗീജോനാണ് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് എക്സ്ക്യൂസ് മീ മാം കപ്പലണ്ടി തൊണ്ടേന്ന് പോയോ എന്നിന് ഇവനെ കണ്ടതും അവളാണ് മൊത്തം ഞെട്ടിപ്പോവും. അപ്പനാണ് അവനും എടി നീ എന്നോട് കള്ളം പറയായിരുന്ന എന്നിന് അവനും ദേഷ്യത്തിൽ ഇവളുടെ അടുത്തേക്ക് വരുമ്പം അവള് പേടിച്ചിട്ട് ഇവൻ അടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും. എന്നിട്ട് അവന് ഓടി ഇവളുടെ പുറകെ ചെല്ലുമ്പോഴാണ് ആ ഒരു വെപ്രാളത്തിൽ സുൻഹോ ഇവൾക്ക് വാങ്ങിച്ചെന്ന എറേസറാണ് താഴേക്ക് വീണും. അങ്ങനെ അതുകൊണ്ട് അവളിങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുമ്പം ഇവനാണ് അടുത്തേക്ക് വന്നിട്ട് എന്റെ അമ്മോ എന്തൊരു സ്പീഡിലാടി നീ ഓടുന്നത്, നീ സാധാരണ പേടിച്ച് വിറയ്ക്കുമല്ലേ ഇപ്പൊ മാത്രം ഇങ്ങനെ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും നീയല്ല പറഞ്ഞ എന്നെ പേടിക്കണ്ടെന്ന് എന്നിന് അവള് തിരിച്ചു പറയുമ്പം ഇത് കേട്ട് അവനും ദേഷ്യത്തി ഞാൻ പറഞ്ഞ പകുതി മാത്രം നീ കേട്ടോളൂ, എങ്കിൽ പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞായിരുന്നില്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നീ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന്, പക്ഷെ ഈ പ്രാവശ്യം നീ കള്ളവാ പറഞ്ഞ, ഒരീശം നിനക്ക് എന്നെ കണ്ട് സംസാരിക്കാൻ താല്പര്യമില്ല അതങ്ങ് പറഞ്ഞാ പോരെ, ഞാനെന്തോ നിന്നെ
കടിച്ചു കൊല്ലുവോ? അല്ല കള്ളം പറയാ അറിയത്തില്ലെങ്കിൽ വല്ലം ഗൂഗിളിലൊക്കെ തപ്പി കള്ളം പറ, അല്ലാതെ കപ്പലേണ്ടി കഴിച്ച് തൊണ്ടേ കുടുങ്ങിന്നൊക്കെ പറഞ്ഞ ഞാൻ ഒന്നും വിശ്വസിക്കത്തില്ല എന്നിന് അവനും പറയുമ്പം പെട്ടെന്ന് അവൾക്കാണ് ദേഷ്യം വരും. ഇന്നലെ ഞാനാ നിന്റെ കൂടെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ, പക്ഷെ ഇപ്പൊ അതൊക്കെ നിർത്തി. നീ എപ്പോ നോക്കിയാലും എന്നെ പേടിപ്പിക്കാനാ നോക്കുന്നത്, അതുകൊണ്ട് നിന്റെ കൂടെ സംസാരിക്കാൻ എനിക്കും താല്പര്യമില്ല എന്നിന് അവളും പറഞ്ഞിട്ട് പോകുമ്പം ഇവൻ അധികമായിട്ട് വിഷമിച്ചിട്ട് അവനും തിരിച്ചൊന്നും പറയാതെ അങ്ങ് പോകും. എന്നിട്ട് അന്ന് രാത്രി ഊയൻ അവനെ വഴക്കുറഞ്ഞൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഇവള് ദേഷ്യപ്പെട്ടയൊക്കെ അയറേസർ മിസ്സായി പോയെന്ന, പക്ഷെ അത് ഇവളുടെ കയ്യിൽ തന്നെ കാണും. അതുകൊണ്ട് അവൾക്കൊരു കുറ്റബോധമാകും. ഇതേ സമയം ഇവനാണ് ഉറക്കം വരാതെ അവന്റെ ഒരു വെറൈറ്റി ബെഡ്ഷീറ്റിനകത്ത് ഇങ്ങനെ കുടിയും കിടക്കും. അതിനുശേഷം ഡ്രോയിങ് ക്ലബും അടുത്തായിട്ട് പുറത്ത് പിക്നിക് പോകുമ്പോഴാണ് ഇവിടെ ഓയനും ഗീജനും കൂടെ സംസാരിക്കുന്നുണ്ട്. അവർക്കെല്ലാം മൂഡ് മൊത്തത്തിൽ സ്പോയിലാകുമെന്ന് പറയും. അതുകൊണ്ട് ഇവ രണ്ട് സംസാരിച്ച് ഭക്ഷണമൊക്കെ തീർക്കെന്ന് പറഞ്ഞ് അവ രണ്ട് ഒറ്റയ്ക്ക് പറഞ്ഞേക്കും. എന്നിട്ട് ഇവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് സുൻഹോയും ഗീജുവിന്റെ ചേച്ചിയും ഒരു നല്ല കപ്പിൾസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളാണ് പെട്ടെന്ന് ഞങ്ങൾ രണ്ടൊരു കട്ട ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ജീവിതകാലം ഫുള്ളും അത് അങ്ങനെ തന്നെ ആയിരിക്കും അവൾ പറയും. അതുകൊണ്ട് സുൻഹോയ്ക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്, കാരണം അവൻ അങ്ങനെയല്ല ഇവളെ കാണുന്നത്. ഇതേ സമയം ഇവിടെ ഗീജയും അവളും കൂടെ സംസാരിക്കുമ്പോഴാണ് അവനാണ് ഇവളുടെ കൂടെ ഫ്രണ്ട് ആകാൻ അവൻ ആഗ്രഹിക്കുന്നുള്ള കാരണം അവൻ ഇന്നലെ രാത്രി ഫുൾ ആലോചിച്ചിട്ടാ കിട്ടിയെന്ന് പറയും. അതായത് ഇതുവരെ അവന്റെ ജീവിതത്തിൽ ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇവൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ അവന്റെ ബ്രെയിൻ വർക്കായി തുടങ്ങി. അങ്ങനെ ആ ഒരു റീസൺ കൊണ്ട ഇവളോട് ഫ്രണ്ട് ആകാൻ അവൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ അവളാണ് ഇതിയുടെ ഷോക്കായിട്ട് അപ്പൊ ഇതുവരെ നീ വേറൊന്നും ആലോചിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഇവന്റെ പഠിത്തത്തിനെ കുറിച്ചൊന്നും ഇവന് വിഷമില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും എന്റെ പാരന്റ്സ് പോലും മൈൻഡ് ചെയ്യത്തില്ല, പിന്നെ ഞാൻ എന്തിനു മൈൻഡ് ചെയ്യണം എന്നിന് അവൻ പറയുമ്പം ഇവളാണ് അപ്സെറ്റ് ആകും. ഭാഗ്യശാലി, എന്റെ വീട്ടിലൊക്കെയാണ് എന്നെ അടിച്ചിട്ട് കൊല്ലും എന്നിന് ഇവള് പറയുമ്പം ഇത് കേട്ട് അവൻ അടുത്തേക്ക് വന്നിട്ട് നിനക്കെന്തോ കുഴപ്പം, നീ സ്മാർട്ട് ആയിട്ടുള്ളൊരു വ്യക്തിയല്ലേ എന്നിന് ഇവൻ പറഞ്ഞിട്ട് അവള് ചിരിക്കുമ്പോഴാണ് അവന് ഫ്രണ്ട് ആകുള്ള റീസ് അവൻ പറഞ്ഞ് ഇനി തീരുമാനമൊക്കെ ഇവളാ പറയേണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം അന്ന് രാത്രി ഇവളുടെ തെറ്റ് മനസ്സിലാക്കി കള്ളം പറഞ്ഞതിന് സോറി പറയുമ്പം ഇവൻ വീണ്ടും ഫ്രണ്ട്സിനോടും ഷോണിച്ചോണ്ടിരിക്കും. കണ്ടോടാ കണ്ടോ, അവൾ എന്നോട് സോറി ചോദിച്ചു, ഇപ്പോഴും ഞാനാടാ വിജയിച്ച് എന്നിന് അവന് വല്ല ശബ്ദത്തിലൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പം ഇവന്മാരാണ് ഇവന്റെ നെറ്റ് ആരാ ടൈറ്റ് ചെയ്യാൻ പോന്നെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് ആലോചിച്ച് പേടിച്ചോണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.